ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഹോണ്ട ഇന്ത്യയിൽ ഇപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിലവിലുള്ളത്. കാരണം കുറച്ച് വണ്ടികളേ ഉള്ളൂ, ആകെപ്പാടെ 3 വണ്ടികളെ സത്യം പറഞ്ഞേ ഉള്ളൂ. അതിൽ പണ്ട് അവരുടെ എൻട്രി ലെവൽ വണ്ടിയാണ് ഇപ്പോൾ അവരുടെ പ്രീമിയം ലെവൽ വണ്ടി, അതായത് സിറ്റി ഹൈബ്രിഡ് ആണ് ഏറ്റവും വില കൂടിയ ഹോണ്ട നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ വാങ്ങാൻ പറ്റുന്നത്. അതിൻ്റെ താഴത്തെ എലവേറ്റിൻ്റെ ZX CVT ഓട്ടോമാറ്റിക് വരുന്ന മോഡലുണ്ട്, 16.5 lakhs ആ റേഞ്ചിനകത്ത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സബ്ഫോമീറ്റർ കാറ്റഗറിയിൽ ഇഷ്ടംപോലെ ടാക്സിൻ്റെ കട്ട് ഡൗണൊക്കെ വന്നിട്ടുണ്ട്. നമുക്കറിയാം നേരത്തെ 28% പ്ലസ് സെസ് ആയിരുന്നു, അതായത് പെട്രോൾ ആണെങ്കിൽ 1%, ഡീസൽ ആണെങ്കിൽ 2% അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ അത് 18% GSTയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക വണ്ടികളുടെയും ആ സെഗ്മെൻറ്റിലുള്ളത് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഹോണ്ടയ്ക്ക് പക്ഷേ ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ആകെപ്പാട് അമേസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിൽ ഹോണ്ട ഇപ്പം ഒരു സബ്ഫോമീറ്റർ SUV പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് ന്യൂസ് വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ ഹോണ്ട ഈ ആഴ്ചയുടെ സ്റ്റാർട്ടിങ്ങിൽ അവരുടെ പുതിയ സീറോ സീരീസിലുള്ള വാഹനങ്ങൾ കാണിച്ചിരുന്നു. അതിൻ്റെ അകത്ത് സീറോ ആൽഫ SUV ഉണ്ടായിരുന്നു, പിന്നെ വെറും സീറോ SUV ഉണ്ടായിരുന്നു, സീറോ സലൂൺ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് സീറോ ആൽഫ എന്ന് പറഞ്ഞ വണ്ടിയാണ്. നമ്മൾ ഇതിനെപ്പറ്റിയല്ലേ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് എനിവേ ജസ്റ്റ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ വണ്ടി 2027 ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. ആൻഡ് ഇത് ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് പുറത്തേക്ക് വിൽക്കുന്നതായിട്ടാണ് അവരിപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലും പിന്നെ വേറെ തായ്ലൻഡ് ആണെന്ന് തോന്നുന്നു, ഒരു സ്ഥലത്തും കൂടെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. സോ ഇത് അത്യാവശ്യം നല്ല ലോക്കലൈസേഷൻ ഉള്ളൊരു വാഹനമായിരിക്കും. പക്ഷേ ബാക്കി 2 വണ്ടികൾ അങ്ങനെ ആയിരിക്കില്ല. സീറോ SUV ഇന്ത്യയിലേക്ക് അവർ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരും. പക്ഷേ സീറോ സലൂൺ ഇന്ത്യയിലേക്ക് വരുന്നതിനെ പറ്റി പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഹോണ്ട പറഞ്ഞിട്ടില്ല. അതിൻ്റെ പിന്നെ ഡിസൈനും അത്യാവശ്യം വിയേർഡ് ആയതുകൊണ്ട് ഫ്രണ്ട് ഡിസൈൻ ആക്ച്വലി ഒരു ലംബോർഗിനി പോലെ ഉണ്ട്, ബാക്ക് പക്ഷേ എന്തോ പോലെ ഉണ്ട്, എന്താ എനിക്കറിയില്ല. പക്ഷേ ഏതായാലും നമുക്ക് ഈ വണ്ടികൾ ഇന്ത്യയിൽ, ഈ 2 SUVകൾ ഇന്ത്യയിലേക്ക് കിട്ടും. ആൻഡ് ഹോണ്ട പറഞ്ഞിരിക്കുന്നതനുസരിച്ച് 2030 അതായത് ഈ ഒരു ഡെക്കേഡ് തീരുന്നതിനുള്ളിൽ അവർ 10 പുതിയ വണ്ടികൾ ഇന്ത്യയിലേക്ക് ഇറക്കും എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കുറച്ച് എക്സിസ്റ്റിംഗ് വണ്ടികളുണ്ട്, കുറച്ച് പുതിയ വണ്ടികളുണ്ട്. ഒന്നീ പറയുന്ന നമ്മുടെ 2 SUVകളാണ്, ഒന്നല്ല 2 നമ്മുടെ ഈ SUVകളാണ്. അതിനകത്ത് ഇമ്പോർട്ടഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ സിറ്റിയുടെ പുതിയ ജനറേഷൻ, അതുപോലെ എലിവേറ്റിൻ്റെ പുതിയ ജനറേഷൻ, പിന്നെ മൾട്ടിപ്പിൾ പവർ ട്രെയിൻ ഓപ്ഷൻസ് അവർ ഇന്ത്യയിൽ ഇനിയിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹോണ്ട ഇപ്പം നിലവിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇനി അതിൻ്റെ അകത്ത് വരാൻ പോകുന്ന 7 SUVകളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് 10 വണ്ടികളിൽ 3 വേറെ ഏത് കാറ്റഗറിയിലും ആവാം, സെഡാൻ ആവാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രീമിയം വാനോ അങ്ങനെ എന്തെങ്കിലും ആവാം. അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് 7 SUVs മാത്രമാണ് അവർ കൺഫേം ചെയ്തിരിക്കുന്നത്. ഈ 7 SUVസിൻ്റെ അകത്ത് പോസിബിലിറ്റി ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ 2 SUVs കഴിഞ്ഞാൽ പിന്നെ ബാക്കി 5 SUVസിൽ ഒരു സബ്ഫോമീറ്റർ SUV. കാരണം ഇപ്പം നിലവിൽ ഹോണ്ടയ്ക്ക് ആകപ്പാടുള്ളത് എലവേറ്റ് മാത്രമാണ്. ആൻഡ് ആ ഒരു സബ്ഫോമീറ്റർ കാറ്റഗറിയിൽ അമേസ് മാത്രം കൊണ്ട് അവർക്ക് എന്തായാലും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സബ്ഫോമീറ്റർ സെഡാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല ഡിസൈർ ഉള്ളിടത്തോളം കാലം. കാരണം ആൾക്കാരെ ടാക്സിക്ക് വേണ്ടി ഡിസൈർ പുതിയ മോഡലാണെങ്കിലും പഴയതാണെങ്കിലും എല്ലാം വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 15,000-18,000 ഇടയിലൊക്കെ ഡിസൈറിന് എല്ലാ മാസവും സെയിലുണ്ട്. പക്ഷെ അതല്ലാതെ ബാക്കി വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ ഓരയുടെ സെയിൽ ഒരു 3,000, 4,000, 5,000 ആ റേഞ്ചിലാണ് നിൽക്കാറുള്ളത്. ആൻഡ് ഈവൻ നമ്മുടെ അമേസിൻ്റെ ആണെങ്കിലും സെയിൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് വളരെ കുറവാണ്, 2,000, 2,500 അത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ. ഈ പുതിയ ജനറേഷൻ ഇറങ്ങിയ സമയത്ത് 4,000, 4,500 വരെയൊക്കെ പോകുമായിരുന്നു. പക്ഷേ ജസ്റ്റ് ഒരു വൺ ടൈം കാര്യം പോലെ അത് കഴിഞ്ഞ് 2-3 മാസം കൊണ്ട് പിന്നെയും സെയിൽ താഴത്തേക്ക് ഇറങ്ങി. അങ്ങനെയൊക്കെയാണ് സബ്ഫോമീറ്റർ സെഡാൻസിൻ്റെ അവസ്ഥ. അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി അല്ല. ആൻഡ് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമല്ല. പക്ഷെ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹോണ്ട ഇനി ഒരു സബ്ഫോമീറ്റർ SUV ഇറക്കേണ്ടത്. അവർക്ക് ഓൾറെഡി പണ്ട് സബ്ഫോമീറ്റർ വാഹനങ്ങൾ ഉണ്ടായിരുന്നു, ബ്രിയോ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫസ്റ്റ് 3rd ജനറേഷൻ അമേസ് വരെ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. സോ ഇപ്പോൾ നിലവിലുള്ള 3rd ജനറേഷൻ അമേസ് ആണ്. ഇതൊന്നും അല്ലാതെ ജാസ് ഉണ്ടായിരുന്നു, ജാസ് ബേസ് ചെയ്തിട്ടുള്ള WRV ഉണ്ടായിരുന്നു. WRV ആക്ച്വലി ഒരു സബ്ഫോമീറ്റർ SUV ആയിട്ട് തന്നെയാണ് അവർ മാർക്കറ്റ് ചെയ്തത്. ഇന്ത്യയിൽ ആ പ്രൈസ് പോയിന്റിൽ വന്നവർ, ആ സെഗ്മെന്റിൽ വന്ന വണ്ടികളിൽ ആദ്യമായിട്ട് സൺറൂഫ് കിട്ടിയ ഒരു വണ്ടിയും കൂടി ആയിരുന്നു WRV. പക്ഷേ അതും ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ളൊരു ബെനിഫിറ്റ് ആയി പോയി. കുറച്ചു കാലം കൊണ്ട് തന്നെ ഒരുപാട് കമ്പനികൾ വന്നു, ഒരുപാട് ഫീച്ചേഴ്സ് വന്നു, അങ്ങനെ ഹോണ്ടയ്ക്ക് അത് നഷ്ടപ്പെട്ടു. ഈ സബ്ഫോമീറ്റർ SUV ഇവരിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നതനുസരിച്ച് ജസ്റ്റ് ഒരു പ്ലാനിങ് സ്റ്റേജിൽ മാത്രമാണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും കൺഫേം ആയിട്ടില്ല, എപ്പോൾ വരുമെന്നോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ലോഞ്ച് എന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അവരിപ്പോൾ നിലവിൽ ഇവാലുവേഷൻ സ്റ്റേജിലാണ് അക്കോർഡിംഗ് ടു ഓട്ടോകാർ ഇന്ത്യ. നമ്മളിത് പറയുന്ന എല്ലാ ഓട്ടോകാർ ഇന്ത്യയുടെ റിപ്പോർട്ട്സ് അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻഫർമേഷൻ ഈ വാഹനത്തിൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല. അത് അവർ പുറത്തുവിടാത്തതാണെന്ന് ചോദിച്ചാൽ മിക്കവാറും ഇതിൻ്റെ പണി വരേക്ക് തുടങ്ങിയിട്ടുണ്ടാവില്ല. അതിനുശേഷമാണല്ലോ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് പുറത്തുവിടാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന
ഹോണ്ട അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിച്ചിട്ട് ഇനി ഒരു നല്ല വണ്ടി ഇറക്കും എന്നാണ്. കാരണം അവരിപ്പോൾ അമേസ് ഇറക്കിയപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ അതിൻ്റെ അകത്ത് കൊടുത്ത് പിന്നെ സിറ്റിയുടെ സെയിം ഡിസൈനിലൊക്കെയാണ് ഇറക്കിയത്, ഓൾമോസ്റ്റ് സിറ്റിയുടെ സെയിം ഡിസൈൻ. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് സെയിൽസ് അതിനുണ്ട്. പക്ഷേ ആ സെഗ്മെൻറ്റ് എങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും പറയാനും പറ്റില്ല. പക്ഷേ സപ്പോമീറ്റർ വണ്ടികളുടെ കാര്യം അങ്ങനെയല്ല, ഇഷ്ടംപോലെ കോമ്പറ്റീഷൻ ആ ഒരു സെഗ്മെൻറ്റിലുണ്ട്. 10 മുകളിൽ വണ്ടികൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെൻറ്റിൽ ഇനി ഒരു പുതിയ വണ്ടിയായിട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ എലവേറ്റിൽ നിന്ന് മനസ്സിലാക്കിയ തെറ്റുകളെങ്കിലും തിരുത്തിയിട്ട് വേണ്ടി വരും ഈ വണ്ടി ഇറക്കാൻ. എലവേറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഹോണ്ട മര്യാദയ്ക്കാണ് ചെയ്തത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈസ്, നമ്മുടെ ഇപ്പോൾ ഫോക്സ് വാഗൻ ട്വിൻസ് നമ്മൾ കണ്ടു, കുഷാക്ക് ആണെങ്കിലും ടൈഗൺ ആണെങ്കിലും 2 വാഹനങ്ങളും ആ ഒരു സെഗ്മെൻറ്റിൽ ഒരു ഇത്തിരി ചെറിയ വാഹനങ്ങളായി പോയി. അതുകൊണ്ട് ആൾക്കാരതൊന്നും ശ്രദ്ധിച്ചില്ല. ഫീച്ചേഴ്സ് ആ സമയത്ത് അത്യാവശ്യം ഫെയർലി ഡീസൻ്റ് ആയിരുന്നു 2 വണ്ടികളിലും. 2021 22 ആയിട്ടാണ് സ്കോഡയുടെയും ഫോക്സ് വാഗൻ്റെയും 2.0 കാറുകൾ ഇറങ്ങിയത്. അതിൻ്റെ അകത്ത് സെഡാൻസ് 2 ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വിൽക്കുന്നുണ്ട്. SUVസിൻ്റെ കംപ്ലീറ്റ് മാർക്കറ്റ് പോയി, അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഫേസ് ലിഫ്റ്റ് വരാൻ പോവാണ്. പക്ഷേ എലവേറ്റ് ഇറക്കിയ സമയത്ത് ഹോണ്ട സൈസ് ഓക്കെ ആക്കി. കാരണം സൈസ് 4.3 മീറ്റേഴ്സിൻ്റെ മുകളിലുണ്ട്. ഓവറോൾ കാണുമ്പോൾ വണ്ടിക്ക് അത്യാവശ്യം വലുപ്പമുണ്ട്. ഡിസൈൻ ആണെങ്കിലും ആരെ ഒഫൻസ് ചെയ്യാത്തൊരു ഡിസൈനാണ്, വളരെ ഡീസൻ്റ് ആണ്. കാണാനാണെങ്കിലും ഒരു ഭയങ്കര എന്താ പറയുക, ഔട്ട് ഓഫ് ദ ബോക്സ് ഡിസൈൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ആരെയും പെട്ടെന്ന് ആകർഷിക്കുന്ന ഡിസൈനല്ല, പക്ഷെ സിമ്പിളാണ്, മിക്കവർക്കും കണ്ട ദഹിക്കുന്ന ടൈപ്പുള്ള ഡിസൈനാണ് എന്നും പറയാം. സോ അവിടെയും വലിയ കുഴപ്പമില്ല. ഇനി പ്രശ്നം വന്നിരിക്കുന്ന ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും അതുപോലെ എഞ്ചിൻ ഓപ്ഷൻസ്, പവർട്രെയിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലുമായിരുന്നു. ഹോണ്ട സിറ്റിയിൽ കൊടുത്ത സെയിം 1.5 4 സിലിണ്ടർ IVTEC പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഇതിൻ്റെ അകത്തും കൊടുത്തത്. ആ എഞ്ചിൻ മാത്രം കൊടുക്കുന്നതാണ് ഇവിടെ പ്രശ്നം, ആ എഞ്ചിൻ കൊടുത്തല്ല പ്രശ്നം. ആ എഞ്ചിൻ കൊടുക്കുക എന്ന് പറയുന്നത് സർവ്വസ്വാഭാവികമായിട്ടും വളരെ നല്ല കാര്യമാണ്. കാരണം ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 1.5 NA എഞ്ചിൻ ഉള്ള വണ്ടി എലവേറ്റ് ആണ്. കറക്റ്റ് ആയാലും നമ്മുടെ ഈവൻ ഗ്രാൻഡ് വിറ്റാര, ഹൈറൈഡർ, വിക്ടോറിയസ്, ഈ 3 വണ്ടികൾ ഇതിനകത്തെല്ലാം വരുന്ന K15C എഞ്ചിൻ ആയാലും ഭയങ്കര സ്ലോ ആണ്. അതാണ് ഏറ്റവും സ്ലോ, അതിൻ്റെ തൊട്ട് താഴെ കറക്റ്റ് വരും. ആൻഡ് ഇതാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് വരുന്നത്. 11.5 സെക്കൻഡ്സിൽ ഈ വണ്ടി 0 to 100 എടുത്തും. കറക്റ്റ് ആണെങ്കിൽ 13 സെക്കൻഡ്സിനടുത്ത് എടുക്കും. സുസുക്കിയുടെ K15C പിന്നെ പറയണ്ട, 14-15 സെക്കൻഡിന് അടുത്തെടുക്കും. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 16-17 സെക്കൻഡിന് എടുക്കും 0 to 100 എടുത്തണമെങ്കിൽ. സോ അത് ഭയങ്കര സ്ലോ ആണ്, പക്ഷേ ഇത് അത്ര സ്ലോ അല്ല. ഇനി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാക്കി വണ്ടികളിലെല്ലാത്തിലും ടെർബോ പെട്രോൾ ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ ഹൈബ്രിഡ് ഓപ്ഷൻ മാരുതിയുടെയും ടൊയോട്ടയുടെയും വാഹനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഓർ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ബാക്കി എല്ലാ കമ്പനികളും ടെർബോ പെട്രോൾ കൊടുക്കുന്ന സ്ഥിതിക്ക് ഹോണ്ടയ്ക്ക് ഒന്നില്ലെങ്കിൽ ഒരു 1 ലിറ്റർ ടെർബോ എങ്കിലും കൊടുക്കായിരുന്നു. പുറത്ത് 1.5 ടെർബോ ഉണ്ട്, ഓർ അവർക്ക് ഇഷ്ടംപോലെ ടെർബോ പെട്രോൾ എഞ്ചിൻസ് ഉണ്ട്. അതൊന്നും നമുക്കിവിടെ ഇതുവരെ ഹോണ്ട തന്നിട്ടില്ല. ഇനി പോട്ടെ, ഹോണ്ടയ്ക്ക് ടെർബോ പെട്രോൾ തരാൻ താല്പര്യമില്ലെങ്കിൽ ഹൈബ്രിഡ് എങ്കിലും കൊടുക്കായിരുന്നു. സിറ്റി HEVയിൽ ഒരു ഹൈബ്രിഡ് ഉണ്ട്, അത് അവർ കൊടുത്തില്ല. അതെന്തായാലും കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ വണ്ടി ഇമ്പോർട്ട് ചെയ്താണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്, അതുകൊണ്ട് അതിന് വില കൂടുതലുള്ളത്. അതിൽ കൊടുക്കുകയാണെങ്കിൽ ഇതിന് ഗ്രാൻഡ് വിറ്റാരേക്കാളൊക്കെ ഭയങ്കര വില കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാണ് അവർ ആ സമയത്ത് കൊടുക്കാതിരുന്നത്. ഏതായാലും ഹോണ്ട ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഒരു ഹൈബ്രിഡ് പവർ ട്രെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത് ഈ വാഹനത്തിൽ വരും എന്ന് എക്സ്പെക്ട് ചെയ്യാം. ലേറ്റസ്റ്റ് സ്റ്റേജിൽ 2027 to 2028 ആ ഒരു കാലഘട്ടത്തിലാണ് ഇവരുടെ പുതിയ SUVസും പിന്നെ ഇതിൻ്റെ അപ്ഡേറ്റും ഒക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയൊക്കെ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് സപ്പോമീറ്റർ വാഹനങ്ങൾ അവർക്ക് വരുത്താൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വണ്ടി ഇറക്കുകയാണെങ്കിൽ കോമ്പറ്റീഷനായിട്ട് നന്നായിട്ട് പിടിച്ചു വെക്കാൻ പറ്റും. ഹോണ്ടയ്ക്ക് പിന്നെ തിരിച്ചു വരാനുള്ള ഒരു പുതിയ വണ്ടിയും കിട്ടും. അല്ലെങ്കിൽ എലവേറ്റ് പോലെ തന്നെ ആയിപ്പോവും. ഇനിയിപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും എലവേറ്റിന് അത്യാവശ്യം സെയിൽ ഉണ്ടല്ലോ എന്ന്. പക്ഷേ ആക്ച്വലി എലവേറ്റിന് അത്യാവശ്യം സെയിലില്ല. 2000, 2500, 3000 ഇതാണ് മാക്സിമം സെയിൽ. ഇപ്പോൾ പൊതുവേ 2000-ന് കിടക്കുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ഇപ്പോൾ ക്രെറ്റയുടെ സെയിൽ എന്ന് പറയുന്നത് ഏകദേശം 17,000, 18,000 ഒക്കെയാണ്. അത്ര ഒന്നും വേണമെങ്കിലും അറ്റ്ലീസ്റ്റ് ഗ്രാൻഡ് വിറ്റാര, ഹൈറൈഡർ ആ ഒരു കാറ്റഗറിയിലെങ്കിലും നിൽക്കാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു വണ്ടിയായിരുന്നത്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഒരു ഹൈബ്രിഡ് പവർ ട്രെയിനും കൂടെ കൊടുത്തിരുന്നെങ്കിൽ. പക്ഷേ ചെയ്തില്ലല്ലോ. എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.